നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 7-ാം തീയതി, 1200-ാം ആണ്ട് കർക്കിടക മാസം 22-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. മറ്റൊന്ന്, ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴത്തിന് പ്രത്യേകതയുള്ളത് ഏറ്റവും ഗുരുവാണ് വ്യാഴം. ജ്യോതിഷ ഗുരുവാണ് വ്യാഴം. അപ്പോൾ ഗുരുവിൻ്റെ ദിവസമാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും ഗുരു മാറ്റിത്തരും. ആ ഗുരുവിൻ്റെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ നക്ഷത്രവും അനുകൂലപ്രദമായതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ പുരോഗതിക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങിയാൽ അത് വിജയിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള കർക്കിടക മാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ബാധ്യതകൾക്ക് ഒരു അളവ് വരെ മാറ്റം വരും. ഇപ്പോൾ സാമ്പത്തിക മേന്മ ഉണ്ടാവും, പുരോഗതിക്കിടവരും, ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. ഇതിനൊക്കെ ഏറ്റവും ശോഭനമായ സമയമാണ് ശരിക്ക് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ കാലഘട്ടം. ഇപ്പോൾ സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ വല്ല കാര്യങ്ങൾ ഇറങ്ങണം. ജോലിയില്ലാത്ത ആളിന് ജോലി കിട്ടും, ജോലിയിലിരിക്കുന്ന ആളിന് ജോലി കയറ്റം കിട്ടും, രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും. എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ ഇതിനെല്ലാം ഊഹ കച്ചവടങ്ങളിൽ നിൽക്കുന്നവർക്ക്, അത് റിയൽ എസ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ അതുപോലെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. സാമ്പത്തിക നഷ്ടമൊക്കെ മാറി സാമ്പത്തിക നേട്ടം വന്നു ചേരും. അതുപോലെ ഇന്നും ഓരോ നല്ല ദിവസമാണ്. എങ്കിലും ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവുകാല സമയം വരുന്നത് ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 2 മണി 3 മിനിറ്റ് തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 3:36 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം ഞാൻ ഓരോ ദിവസവും പറയുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുകൊണ്ടാണ്. രാവുകാലം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഇന്ന് ഗുളികൻ്റെ സമയം വരുന്നത് 9:24 തൊട്ട് 10:57 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6 മണി 18 മിനിറ്റ് തൊട്ട് 7:51 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. എങ്കിലും അഭിജിത്ത് മുഹൂർത്തവും നമുക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെ 48 മിനിറ്റ് നേരം ഉണ്ടെങ്കിലും 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മളെ വസ്ത്രധാരണത്തിന് മഞ്ഞ കളറും കൂടി വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഫുൾ മഞ്ഞയായിട്ട് നടക്കണമെന്നല്ല. നമ്മളെ വസ്ത്രധാരണത്തിൽ മഞ്ഞയുടെ അംശവും കൂടി ഉണ്ടാവണം. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ നിന്ന് ഗുരുവിൻ്റെ എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടി ഈ കളറ് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.